ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിധിയുടെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ കഥകൊക്കെ കുറ്റിയിട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അന്നേരം സുധീഷ് ചോദിക്കും, വല്ലാത്ത തണുപ്പുണ്ട് നിധി, ഒരു പുതപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതിനെന്താ, ഇപ്പൊ തരാലോ എന്ന് പറഞ്ഞിട്ട് നിധി പുതപ്പ് എടുത്തു കൊടുക്കുന്നു. അതുമായി സുധീഷ് താഴെ കിടക്കുന്നേരം നമ്മുടെ നിധി ചോദിക്കും, സുധീഷിന് വേണമെങ്കിൽ ബെഡിൽ കിടക്കാട്ടോ, ഞാൻ താഴെ കിടന്നോളാം. അയ്യോ അത് വേണ്ട, ഞാൻ തറയിൽ എന്ന് പറയുമ്പോഴേക്കും ഇയാള് തറയാണെന്ന് എനിക്കറിയാം, അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ എന്ന് പറയുന്നു. അശ്യോ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുന്നു. അന്നേരം നമ്മുടെ സുധീഷ് ചോദിക്കും, ഇയാൾ ഉറങ്ങിയോ എന്ന്. ഇപ്പൊ വന്ന് കിടന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ആരെങ്കിലും ഉറങ്ങുമോ എന്ന് ചോദിക്കാണ് നിധി. അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇയാളുടെ ചോദ്യം കേട്ടതിന് ശേഷമുള്ളതല്ലേ എന്ന് ചോദിക്കാട്ടോ നിധി. ഇയാൾക്ക് പേടിയൊന്നുമില്ലേ? എന്തിന്? അല്ല, നമ്മുടെ വീട്ടിൽ ഞാൻ ആ റൂമിന്റെ അടുത്ത് തന്നെ വന്ന് നിന്നാ പോലെ അയ്യോ സുഭാഷ് ഏട്ടാ സുധീഷ് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ആളല്ലേ. ഇപ്പൊ ഒരു റൂമിൽ കഥകൊക്കെ കുറ്റിയിട്ടിട്ട് വന്ന് കിടക്കാൻ പേടിയൊന്നും തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹലോ ഇതേ എൻ്റെ അച്ഛൻ്റെ വീടാ, ഇവിടെ എൻ്റെ അച്ഛനും ഏട്ടനും ഏട്ടത്തിയമ്മയും അമ്മയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് ഇങ്ങനെ ചിരിക്കുകയെ. അന്നേരം നിധി ചോദിക്കും, എന്തിനാ ചിരിക്കുന്നതെന്ന്. അല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇയാൾ എന്തും പറഞ്ഞ് കരയുന്ന ആലോചിച്ച് ചിരിച്ചതാണേ. അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ കയറി പിടിക്കുന്നേ എന്ന് പറഞ്ഞ് കരയോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, ഏയ് അങ്ങനെ ചെയ്യില്ല, പകരം അയ്യോ ഓടി വരണേ എന്നെ കൊല്ലുന്നേ എന്ന് പറയും. അപ്പോൾ അവർ വന്നിട്ട് വാതിൽ ചവിട്ടി പൊളിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നും രണ്ടും പറഞ്ഞപ്പോൾ സുധീഷ് എൻ്റെ കൊല്ലി ഞെരിച്ച് കൊല്ലാൻ വന്നെന്ന് പറയും. ഇടി ഭയങ്കരി എന്ന് പറയണേ. എങ്കിലും ഒരു സാധ്യതയും കൂടെ ഉണ്ടല്ലോ, തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. എന്നെ ആ ഒരു കാര്യം വെച്ച് ഇവരൊക്കെ കൂടി തല്ലിക്കൊന്നെന്ന് വെക്കാം. തന്നെ പിടിച്ച ആ ഓസ്ട്രേലിയൻ കങ്കാരുവിന് കെട്ടിച്ചു കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോൾ പോട കുരങ്ങ എന്ന് പറയണേ. പിന്നീട് നമ്മുടെ സുധീഷ് പറയും, ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്തുനിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് റൂമിൽ കിടക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നേ എന്ന് പറയും. എന്തായാലും ഒരു എസിയും ഒരു ബെഡും അവിടെ വാങ്ങിയിടണം, അധികം വൈകാതെ ഞാൻ വാങ്ങിത്തരാട്ടോ എന്ന് നിധിയോട് പറയുമ്പോൾ നിധി പറയും, അതെ സുധീഷേ, ആദ്യം നിങ്ങളെ ആ സുഭാഷ് ഏട്ടനെ പോയി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക്, എന്നിട്ടാവാം എസിയും ബെഡും ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ചോദിക്കും, അല്ല ഇയാൾക്ക് ഉറങ്ങാനുള്ള പണിയൊന്നുമില്ലേ എന്ന്. അതെ, ഞാൻ ഉറങ്ങാൻ പോവാണ്, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി തിരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞായപ്പോൾ മുഖം കണ്ട് കിടക്കായിരുന്നു, ഇതിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞല്ലോ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ സുധീഷും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയായിരിക്കും കേട്ടോ. അന്നേരം നിധി സുധീഷിന്റെ നേരേക്ക് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എണീറ്റിരുന്ന് നമ്മുടെ നിധിയെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ സുധീഷ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷ് ആണെങ്കിൽ കിടക്കുന്നുണ്ടാവും. സുഭാഷ് വന്ന് കിടക്കാൻ വേണ്ടി പോവാണ്. നിതീഷ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, മോനെ വന്ന് കിടക്കടാ, മതി ഇനി നാളെ ആക്കാന്ന് പറയുമ്പോൾ, ഏട്ടാ നാളെ എനിക്കൊരു എക്സാം ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കട്ടോ. അന്നേരം ആയിരിക്കും ഭാസ്കര സൈക്കിളിൻ്റെ പാട്ടും പാടി വരുന്നത്. അന്നേരം നിതീഷിനൊന്നും പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ വന്ന് ആ ബെഡിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ പാട്ട് പോരാത്തതിന് റേഡിയോയിൽ പാട്ട് വെക്കുന്നുണ്ട്. അന്നേരം നിതീഷ് പറയും, ആ പാട്ടൊന്ന് നിർത്തുവോ, ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടില്ലേന്ന്, നിനക്ക് അകത്തെവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കാലോ എന്ന് പറഞ്ഞ് കൂടെ ഇരുന്ന് പാടുവാണ് കേട്ടോ. അപ്പോൾ നിതീഷിന് ദേഷ്യം പിടിച്ചിട്ട് വന്നിട്ട് ഓഫ് ചെയ്യും. ഡാ എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള പൊതിയിൽ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിതീഷിനോട് പറയും, എടാ ഇത് വന്ന് തിന്ന് നോക്ക്, ഭയങ്കര ടേസ്റ്റാ, വാടാ എന്ന് പറയുമ്പോൾ നിതീഷ് മൈൻഡ് ആക്കണില്ല കേട്ടാ. അന്നേരം പറയും, നിനക്ക് നിന്റെ ഏട്ടൻ വെച്ചതല്ലേ പറ്റത്തുള്ളൂ, അതല്ലേ സ്വാദ് എന്ന് പറഞ്ഞ് ഇത് കഴിച്ച് ഭാസ്കരൻ പറയും സൂപ്പർബ് എന്ന്. അപ്പോൾ തന്നെ തരിപ്പ് പോട്ടോ. എന്നിട്ട് വെള്ളം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നിതീഷ് എടുത്തോണ്ട് കൊടുക്കുന്നത്. അതും കയ്യിലല്ല കൊടുക്കുന്നത്, താഴെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തരിപ്പ് പോയതൊക്കെ ശരിയാക്കിയിട്ട് നമ്മുടെ ഭാസ്കരൻ പറയും, എടാ നിന്നെയൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇത്ര നേരം വേണം വെള്ളം എടുത്തു കൊണ്ടുവരാൻ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവൻ അങ്ങ് പോയേനെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ നിതീഷിനൊരു തോന്നുകയാണ് അമ്മയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ചെന്ന് ഭാസ്കരനോട് ചോദിക്കും, എൻ്റെ അമ്മ എവിടെയാന്ന്. ഭാസ്കരൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. നിങ്ങളോടല്ല ചോദിച്ചത്, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി, മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെവിടെയാ ഒന്ന് പറഞ്ഞു താ എന്ന് പറയുമ്പോൾ, പോടാ ഒരു മൊന്ത വെള്ളം എടുത്ത് തന്നതിനാണോ ഒരു ഡസൻ ചോദ്യം ചോദിക്കണേ, എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ അറിയണ്ടേ. അറിയണ്ട എന്ന് പറയുന്നു. ഒന്ന് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ, പോടാ പോയി 4 അക്ഷരം ഇരുന്ന് പഠിക്ക്. സുഭാഷേട്ടൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നിട്ടാണ് ജയിലിൽ പോയതെന്ന് ഞങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം.
എൻ്റെ അമ്മയെയും കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ എന്തായി പോയെന്ന്. നിന്നോട് പോവാനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിതീഷ് ദേഷ്യത്തിൽ വന്ന് വീണ്ടും ബുക്കിന്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ.